ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ആളുകളോട് പറയാറുണ്ട്. ഉദാഹരണത്തിന് പ്രായശ്ചിത്തം. നമുക്ക് ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായത്തിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഞാൻ ഈ വാക്യം എടുത്തത്? കാരണം നിങ്ങൾ സുവിശേഷ ഭാഗങ്ങൾ ശ്രദ്ധയോടുകൂടെ വായിച്ചാൽ 4 സുവിശേഷങ്ങളിലും നിങ്ങൾ ഒരു കാര്യം കാണും. ഇതിൽ ഒരു സ്ഥലത്ത് മാത്രം യേശു ഒരു മനുഷ്യനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് രക്ഷ കിട്ടിയിരിക്കുന്നു, നിന്റെ ഭവനവും രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സക്കായിയെ പറ്റിയാണ് അത് പറഞ്ഞത്. ലൂക്കോസ് 19:9. ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നു. മറ്റാരെക്കുറിച്ച് അവൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. യേശു നടത്തിയ ഈ അത്ഭുതകരമായ പ്രസ്താവന ഞാൻ കാണുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എനിക്കും അങ്ങനെ ആയിരിക്കണം. നീ എന്നെ നോക്കിക്കൊണ്ട് പറയണം, ഈ മനുഷ്യൻ്റെ വീട്ടിൽ ഇന്ന് രക്ഷ വന്നിരിക്കുന്നു, എൻ്റെ വീടിന്. അതെന്നെക്കുറിച്ച് പറയുമോ? അതിനു മുമ്പുള്ള വാക്യം വായിച്ചു നോക്കൂ. ഒന്നാമത്, ഈ മനുഷ്യൻ യേശുവിനെ കാണാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു. എനിക്ക് വേണ്ടി ഒന്നാമത്തെ കാര്യം അതാണ്. അവനെ കാണാനായിട്ട് അവനൊരു അത്തിവൃക്ഷത്തിൻ്റെ മുകളിൽ കയറി. 4-ാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു. അപ്പോൾ അവൻ്റെ ആ താല്പര്യം യേശു കണ്ടു. അവൻ എപ്പോഴും തീവ്രമായിട്ട് ഒരാൾ തന്നെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ വളരെ സന്തുഷ്ടനാകുന്നു. ഞാനോ നീയോ ആരുമാകട്ടെ. അവൻ പറഞ്ഞു, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു. അവൻ വളരെയധികം സന്തോഷിച്ചു, തന്നെ താഴ്ത്തി. ഈ മനുഷ്യൻ ദൈവപുത്രൻ എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കാൻ പോകുകയാണ്. അവനെ സന്ദർശിക്കുകയല്ല. 5-ാം വാക്യം നോക്കൂ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കാഴ്ചക്കാര് അവനെ കുറ്റപ്പെടുത്തി, നിന്നെയും കുറ്റപ്പെടുത്തി. ഇവരുടെ എന്താ സംഭവിച്ചെന്ന് കാണൂ. അവര് ആ വീടിനോട് സമീപിച്ചപ്പോൾ 8-ാം വാക്യത്തിൽ സക്കായി നിന്നു. സുവിശേഷ ഭാഗങ്ങളിൽ മറ്റെങ്ങും ഇതുപോലൊരു പദപ്രയോഗമൊന്നും കാണാൻ കഴിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ ഉള്ളൂ. സക്കായി യേശുവും കൂടെ നടക്കുകയാണ്. അവൻ്റെ വീട്ടിന് മുന്നിൽ ചെന്നപ്പോൾ സക്കായി നിന്നു. അവൻ പറഞ്ഞു, നിൽക്കുക. എന്തുകൊണ്ട്? 8-ാം വാക്യത്തിൽ അവൻ പറയുന്നത് ഞാൻ വിവരിച്ച് പറയാം. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ പലരെയും വഞ്ചിച്ചിട്ടുണ്ട്. ഞാനൊരു ചുങ്കക്കാരനാണ്. ഇന്നും ചുങ്കം പിരിക്കുന്നവർ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. കൈക്കൂലി വാങ്ങി എനിക്ക് ധാരാളം പണം സമ്പാദിക്കാൻ കഴിയും. ആളുകളുടെ നിന്ന് കൈക്കൂലി വാങ്ങി അവരുടെ ടാക്സ് അവർക്ക് കുറച്ചു കൊടുക്കുക, സർക്കാരിനെ കളിപ്പിക്കുക. നൂറ്റാണ്ടുകളായി ചുങ്കം പിരിക്കുന്നവരങ്ങനെ തന്നെയാണ്. ഇസ്രയേലിലുള്ള എല്ലാവർക്കും ഇതറിയാമായിരുന്നു. ചുങ്കക്കാർ നിശ്ചയമായിട്ട് നരകത്തിലേക്ക് പോകും, കാരണം അവരെല്ലാം വഞ്ചകരാണ്. സക്കായി പറഞ്ഞത് ശരിയാണ്, ഞാനൊരു വഞ്ചകനാണ്, ഞാൻ അനേകരെ കളിപ്പിച്ചിട്ടുണ്ട്. നീ കാണുന്ന ഈ മനോഹരമായ ഭവനം ഞാൻ ആളുകളെ വഞ്ചിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങിയതാണ്. അതുകൊണ്ട് നീ എൻ്റെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറയാം. ഞാൻ ആ പണമെല്ലാം മടക്കി കൊടുക്കും. അങ്ങനെ എനിക്ക് പറയാൻ കഴിയും, ഈ വീട് ഞാൻ വാങ്ങിയത് എൻ്റെ പണം കൊണ്ടാണ്, സത്യസന്ധമായ പണം കൊണ്ട്. ഇപ്പോൾ അതങ്ങനെയല്ല. ഒരിക്കൽ ഞാൻ ഈ പണമെല്ലാം കൊടുത്താൽ അതിനുശേഷം സമാധാനത്തോടെ ഈ വീട്ടിൽ താമസിച്ച് എനിക്ക് പറയാൻ കഴിയും, ഈ വീട് സത്യസന്ധമായ പണം കൊണ്ട് വാങ്ങിയതാണെന്ന്. ഞാൻ റോമ ഗവൺമെൻറ്റിനെ വഞ്ചിച്ചിട്ടില്ല. ഒരു വ്യക്തിയുടെയും പണം എൻ്റെ കയ്യിലില്ല. ആരിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടില്ല. അങ്ങനെ എൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചിട്ടില്ല. ഞാൻ ആളുകളുടെ പണം പലിശയോടുകൂടെ മടക്കി കൊടുക്കും. ഒരാളുടെ കയ്യിൽ നിന്ന് ഞാൻ $1000 വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ $4000 ഞാൻ തിരിച്ചു കൊടുക്കും. അവന് ശരിക്കും രക്ഷ കിട്ടി. അവൻ കണക്ക് കൂട്ടിക്കൊണ്ട് പറയുമായിരുന്നില്ല, കൊടുക്കാനുള്ളത് 1013.15 പൈസ, അങ്ങനെ ആയിരുന്നില്ല. അവൻ കണക്ക് കൂട്ടിയല്ല അത് ചെയ്തത്. ഞാൻ 1000 വഞ്ചിച്ചു, 4000 തിരിച്ചു കൊടുക്കും. ചിലരെ $2000 കളിപ്പിച്ചു, 8000 ഞാൻ മടക്കി കൊടുക്കും. കാരണം പൂർണ്ണമായിട്ടുള്ള രക്ഷ എനിക്ക് വേണം. 4 മടങ്ങ് മടക്കി കൊടുക്കും. അതുപോലെ കർത്താവേ, അനേകർക്ക് മടക്കി കൊടുക്കാൻ അവരുടെ മേൽവിലാസം എനിക്കറിയില്ല, അവരുടെ വീടിപ്പോൾ എവിടാന്നറിയില്ല. ആ പണമൊക്കെ ഇപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. എനിക്കത് ഉപയോഗിക്കാൻ കഴിയില്ല. അനീതിയുടെ പണമാണ്.
എനിക്കത് മടക്കി കൊടുക്കണം. ചിലരിങ്ങനെ പറയും, അവരെവിടാന്ന് എനിക്കറിയില്ല, പിന്നെ അങ്ങനെ മടക്കി കൊടുക്കും, അതുകൊണ്ട് ഞാൻ സൂക്ഷിക്കും. അല്ലല്ലല്ല, ഇവനങ്ങനെ ആയിരുന്നില്ല. അവരെവിടാന്ന് എനിക്കറിയില്ല, എന്നാൽ അതെൻ്റെ പണമല്ല, എനിക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. ഞാൻ സത്യസന്ധമായിട്ട് ഉണ്ടാക്കിയതല്ല, ഞാനത് ദരിദ്രർക്ക് കൊടുക്കും. ഇന്നത്തെ ഭാഷയിൽ ഞാൻ ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിലിടും. ഒരു സഹോദരനെ എനിക്കറിയാം. ഒരു CFC സഭയിൽ അവന് അമേരിക്കയിലാണ്. ഞാൻ ചിന്തിക്കുന്നത് ഏതാണ്ട് $1,00,000. എനിക്ക് പൂർണ്ണമായിട്ടും ഓർമ്മയില്ല എത്രയായിരുന്നെന്ന്. ഒരു വളരെ വലിയൊരു സംഖ്യ. അവൻ പറഞ്ഞു, ഏതോ ഒരു സംഘടനയിൽ നിന്ന് അവനിത് ലഭിച്ചത് നീതിപൂർവം ആയിരുന്നില്ല. ആ സംഘടനയ്ക്ക് ഇത് മടക്കി കൊടുക്കാനായിട്ട് എനിക്കൊരു മാർഗവുമില്ല. ഇതെൻ്റെ അക്കൗണ്ടിൽ എനിക്ക് വേണ്ട. അവൻ ദരിദ്രനായി, എന്നാൽ അവനൊരു ദൈവഭക്തനായി. അവൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അനുഗമിക്കാനായിട്ട് തുടങ്ങി. അതിൻ്റെ മൂല്യം എത്ര? കർത്താവ് മടങ്ങി വരുമ്പോൾ അതിൻ്റെ മൂല്യം എത്രയാണെന്ന് നിങ്ങൾ കാണാനിടയാവും. ആ ദിവസം ആ സഹോദരനെ നിങ്ങൾ കാണും, അവൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ പറയും, സഹോദര, നീ ശരിയായ തീരുമാനമാണ് എടുത്തത്. കാരണം ഇന്ന് നിൻ്റെ കുഞ്ഞുങ്ങൾ കർത്താവിനെ അനുഗമിക്കുന്നു. അവരിപ്പം സ്വർഗത്തിലാണ്. അവൻ മടക്കി കൊടുത്തു. അപ്പോഴാണ് യേശു പറഞ്ഞത്, ഇന്ന് ഈ വീടിന് രക്ഷ വന്നിരിക്കുന്നുവെന്ന്. എൻ്റെ പ്രിയ സഹോദരീസന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെക്കുറിച്ച് ഇത് ദൈവത്തിന് പറയാൻ കഴിയുമോ? ഇന്ന് ഇവൻ്റെ വീടിന് രക്ഷ വന്നിരിക്കുന്നുവെന്ന്. ദൈവം ഇത് എന്നോട് പറഞ്ഞ ദിവസം ഞാൻ ഓർക്കുന്നു. എൻ്റെ മാനസാന്തരപ്പെടാത്ത നാളുകളിൽ ഞാനും ഇന്ത്യൻ ഗവൺമെൻറ്റിനെ വഞ്ചിച്ചിട്ടുണ്ട്. ഞാൻ സ്നാനപ്പെട്ട ശേഷം ആദ്യം കർത്താവ് എന്നോട് പറഞ്ഞത് ഇതായിരുന്നു, അത് മടക്കി കൊടുക്കാനാണ്. അത് വളരെ വലിയൊരു സംഖ്യയായിരുന്നു. പല മാസങ്ങൾ ജോലി ചെയ്താണ് ഞാൻ ആ സംഖ്യ സ്വരൂപിക്കാനിടയായത്. ഒരു ദിവസം എൻ്റെ ബാങ്കിലുണ്ടായിരുന്ന പണം മുഴുവനും എടുത്ത് അത് കൊടുത്തു കഴിഞ്ഞപ്പം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒന്നുമില്ലെങ്കിലും എൻ്റെ ഹൃദയം നിറവുള്ളതായി. താമസിക്കാതെ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് എന്നെ നിറച്ചു. അവൻ എനിക്കൊരു ശുശ്രൂഷ തന്നു. അതിനുശേഷം ഉടനെ തന്നെ പ്രസംഗിക്കാനുള്ള കഴിവ് എനിക്ക് അവൻ തന്നു. ഇത് 1963 വളരെ നാണം കുണുങ്ങിയും അന്തർമുഖനുമായ എന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവം നിറച്ചു. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ട ശേഷം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 5000 പേരോട് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങി. 1 മണിക്കൂർ ദൈവം എന്നെ സന്ധിച്ചു. ഇത് ഞാൻ പറയുന്നത് നിങ്ങളുടെ ഉത്സാഹത്തിനാണ്. എല്ലാവരെയും പരശുശ്രൂഷയ്ക്കല്ല വിളിക്കുന്നത്, എന്നാൽ നിങ്ങളുടെ സങ്കല്പത്തിനപ്പുറത്ത് ചില തരത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഇങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. കാരണം ഞാൻ അത്രമാത്രം അന്തർമുഖനായിരുന്നു. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും. നിങ്ങൾക്കറിയാമോ, ദൈവം നമ്മളെ തിരഞ്ഞെടുത്തുവെങ്കിലും അവൻ്റെ വിളിക്ക് നാം പ്രതികരിക്കുമോ ഇല്ലയോ എന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. റോമാലേഖനം 9 നമുക്ക് ഉണക്കി പോവാം. ദൈവം സക്കായിയെ ഉലകസ്ഥാപനത്തിന് മുമ്പ് തിരഞ്ഞെടുത്തതാണ്. എന്നാൽ ആ രക്ഷ അവന് സ്വന്തമായത് യേശുവിൻ്റെ വിളി ഉണ്ടായപ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അവൻ അതിനോട് പ്രതികരിച്ചപ്പോഴാണ്. ഇതൊരു വിവാഹം പോലാണ്. യേശുക്രിസ്തുവിൻ്റെയും സക്കായിയുടെയും വിവാഹം. സക്കായിയെ, നീ ഇവനെ ഭർത്താവായിട്ട് സ്വീകരിക്കുന്നു, അതിനവനൊരു വില കൊടുക്കണം. അവൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും അവൻ നിരപ്പ് പ്രാപിക്കണം. അവൻ പറഞ്ഞു, നിശ്ചയമായിട്ടും കർത്താവേ, അതിനുവേണ്ടി 4 മടങ്ങ് കൂടുതൽ കൊടുക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ ആർക്കും കടക്കാനായിരിക്കില്ല. അതിനുശേഷം യേശു പറഞ്ഞു, സക്കായി എൻ്റെ വധുവായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. അവൻ തന്നെ തന്നെ യേശുവിനെ ഏൽപ്പിച്ചു, യേശുവും തന്നെ തന്നെ അവനെ ഏൽപ്പിച്ചു. യോഹന്നാൻ 2 വായിച്ചതിന് നേരെ എതിര്. എൻ്റെ സഹോദരി സഹോദരന്മാരെ, ചോദ്യം ഇതാണ്, ഞാനും നിങ്ങളും ഇങ്ങനെയാണോ? നീ നിന്നെ തന്നെ യേശുവിന് ഫലമേൽപ്പിക്കുമോ? സക്കായി ഈ ചോദ്യമാണ് അഭിമുഖീകരിച്ചത്.
കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കട്ടെ. ഉലകം സ്ഥാപിക്കുന്നതിന് മുമ്പ് അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. ഇത് അംഗീകരിക്കുന്ന എത്രയോ അത്ഭുതകരമായ കാര്യമാണ്. നിത്യതയിൽ വളരെ മുമ്പ്, ഉൽപ്പത്തി 1:1 മുമ്പ് എൻ്റെ പേര് ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. നിങ്ങളുടെയും പേര്. നിങ്ങൾ എങ്ങനെ അതിനോട് പ്രതികരിക്കും? നിങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത് കണക്ക് കൂട്ടി പിശുക്കോടെയാണോ? ഓ, ഞാൻ ഇത് കൊടുക്കണോ, ഞാൻ അത് കൊടുക്കണോ? ദൈവവചനത്തിലുള്ള ആരും അങ്ങനെ ആയിരുന്നില്ല. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ മകനെ തരിക. അവൻ തൻ്റെ മകനെയും കൂട്ടിപ്പോയി. അവനോട് പറഞ്ഞു, 3 ദിവസം ദൂരെയുള്ള മുറിയ മലയിലേക്ക് പോകാം. അവനെ അപ്പുറത്തെ മൂലയിൽ യാഗം കഴിക്കാൻ അവന് പറയാൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ടാണ് ആ 3 ദിവസം? ഉൽപ്പത്തി 22 ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, 3 ദിവസം നീ യാത്ര ചെയ്യുക. കാരണം തിടുക്കത്തിൽ ഒരു തീരുമാനമെടുക്കാൻ അവൻ ആഗ്രഹിക്കുന്നില്ല. 3 ദിവസം ചിന്തിക്കാൻ അവന് അവസരം കിട്ടി. ഇതുപോലൊരു ദൈവത്തെ ആരാധിക്കുന്ന മൂല്യതയുള്ളൊരു കാര്യമാണോ? വല്ലോ മൂല്യമുണ്ടോ എൻ്റെ മകനെ കൊല്ലാൻ പറയുന്ന ദൈവത്തെ ആരാധിക്കുന്നതിൽ? 3 ദിവസം 72 മണിക്കൂർ അവൻ ചിന്തിച്ചു, എന്ത് മൂല്യമാണ് ഇതെല്ലാം വിട്ടുകളഞ്ഞ് ഇങ്ങനെ ഒരു ദൈവത്തെ ആരാധിക്കുന്നത്? സക്കായും ചിന്തിച്ചാണ്, എന്നാൽ അതിന് 3 ദിവസം അവൻ എടുത്തില്ല. 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു, ശരിയാണത്. എൻ്റെ പണം മുഴുവൻ നഷ്ടപ്പെടുത്തി ഇങ്ങനെ ഒരു ദൈവത്തെ ആരാധിക്കുന്നത്. അതിനുവേണ്ടി എൻ്റെ ജീവിതത്തിലുള്ള എല്ലാം നേരെയാക്കും. അബ്രഹാം 3 ദിവസം ചിന്തിച്ച ശേഷം അവന് മനസ്സിലായി, ഇത് ഏറ്റവും മൂല്യമുള്ളൊരു കാര്യമാണ്.